ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. FC ബാഴ്സലോണയുടെ ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീഞ്ഞ ഈ സീസണിൽ ഇതുവരെ ഗംഭീര പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ബാലൻഡിയോർ പുരസ്കാര സാധ്യത ഏറ്റവും കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന താരങ്ങളിൽ ഒരാൾ റാഫീഞ്ഞയാണ്. പക്ഷേ സമീപകാലത്ത് ഒരൽപ്പം വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം അർജന്റീനക്കെതിരെ നടത്തിയ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വലിയ രൂപത്തിൽ വിവാദമായിരുന്നു. മാത്രമല്ല അതിനുശേഷം കഴിഞ്ഞ ബാഴ്സലോണയ്ക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ ഒരു പിടി അനിഷ്ട സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു. റഫറിയോട് ദേഷ്യപ്പെട്ടു, ഹാൻസി ഫ്ലിക്കിനോട് ദേഷ്യപ്പെട്ടു, ടെർ സ്റ്റീഗനെ ഇങ്ങനെ പിടിച്ച് തള്ളി മാറ്റി. അതൊക്കെ വലിയ രൂപത്തിൽ വിവാദമായിട്ടുണ്ട്. ഈ വിഷയങ്ങളിൽ റാഫീഞ്ഞയെ വിമർശിച്ചുകൊണ്ട് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ സ്പോർട്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്താണ് റാഫീഞ്ഞയ്ക്ക് ഇപ്പോൾ പറ്റിയത് എന്നാണ് ഈ മാധ്യമം ചോദിക്കുന്നത്. അവരുടെ ലേഖനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്: ബാഴ്സയിൽ റാഫീഞ്ഞയ്ക്ക് എന്താണ് പറ്റിയത്? ഈ സീസണിൽ ബാഴ്സയ്ക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് അദ്ദേഹമാണ് എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. 27 ഗോളുകളും 20 അസിസ്റ്റുകളും അദ്ദേഹം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ബാലൻഡിയോറിന് വേണ്ടി മുൻപന്തിയിൽ നിൽക്കുന്ന താരമാണ് റാഫീഞ്ഞ. പക്ഷെ ഇപ്പോൾ ചില മത്സരങ്ങളുടെ സ്റ്റാർട്ടിംഗ് 11-ൽ നമുക്ക് റാഫീഞ്ഞയെ കാണാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രകടനം മോശമായി വരികയാണ്. കൂടാതെ ഫ്ലിക്കുമായും ടെർ സ്റ്റീഗനുമായും അദ്ദേഹം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഈ സ്വഭാവം കാരണമായിരിക്കാം അദ്ദേഹത്തിന് ഒരുപക്ഷെ സ്ഥാനം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഹാൻസി ഫ്ലിക്കുമായി താരത്തിന് ചില കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായേക്കാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ സ്റ്റാർട്ടിംഗ് 11-ൽ ഉൾപ്പെടുത്താത്തത്. ഇതാണ് സ്പോർട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് 11-ൽ റാഫീഞ്ഞ ഉണ്ടായിരുന്നില്ല. ഏതായാലും റാഫീഞ്ഞ ഇപ്പോൾ ഒരൽപ്പം ഫ്രസ്ട്രേറ്റഡ് ആണ് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. പക്ഷെ അധികം വൈകാതെ തന്നെ അദ്ദേഹം നോർമലായ രീതിയിലേക്ക് മാറും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.